Good afternoon. Good afternoon, ma'am. Okay, prayer ഒക്കെ കഴിഞ്ഞോ? ഇല്ല മാം. Okay, please. ഞാൻ ചൊല്ലാം മാം. കൈതൊഴുന്നു ദൈവമേ വൈഭവത്തിനാഴമേ, കൈവിടാതെ ഞങ്ങളിൽ കൃപ ചൊരിഞ്ഞിടേണമേ. നല്ല ചിന്തകൾ മനസ്സിൽ, നല്ല വാക്കു കേൾക്കണേ, നന്മകൾ സുമങ്ങളായി തിളങ്ങണേ ഭൂമിയിൽ. അന്യരെന്ന ബോധമുള്ളിൽ വന്നിടാതെ കാക്കണേ, ഒന്നു ചേർന്നു നിൽക്കുവാൻ ഉള്ളിലെന്നും തോന്നണേ. വർണ്ണവൈരമെന്നതും ധനത്തിനാവഹന്തയും വന്നിടാതെ ഞങ്ങളിൽ വെളിച്ചമായി വിളങ്ങണേ. കൈതൊഴുന്നു ദൈവമേ വൈഭവത്തിനാഴമേ, കൈവിടാതെ ഞങ്ങളിൽ കൃപ ചൊരിഞ്ഞിടേണമേ. ഓക്കെ മാം. Quotes of the day ഞാനാണ് മാം. Okay, please. Do not be stressed over something in the past. Causes there is nothing you can do to change it. Focus on your present and create your future. Thank you, ma'am. സൈന്യം ഞാനാണ് മാം. സബീന. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഞാൻ ഇന്നിവിടെ പറയുന്നത് എൻ്റെ നാടിനെ കുറിച്ചാണ്. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്ന എൻ്റെ സ്വന്തം നാടിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ശങ്കനാഥശ്ശേരി എന്ന പദത്തിൽ നിന്നാണ് ചങ്ങനാശ്ശേരി എന്ന പദം വന്നത്. അതായത് മതസൗഹാർദ്ദത്തിന്റെ ശബ്ദമായ ശംഖ്, നാദം, ശരി എന്ന പദങ്ങളിൽ നിന്നാണ് ഈ പദം ഉടലെടുത്തത്. പണ്ട് കേരളം ഭരിച്ചിരുന്ന തെക്കങ്കൂർ രാജാവ് ഈ പള്ളിമണിയുടെയും ശംഖിന്റെ നാദവും ബാങ്ക് വിളിയും എല്ലാം എന്നും കേൾക്കുന്നതിനായിട്ട് ഈ 3 മതവിഭാഗക്കാർക്കും സ്ഥലം ദാനമായി നൽകി. അവിടെ ചങ്ങനാശ്ശേരി പ്രശസ്തമായ പഴയ പള്ളിയും പിന്നെ കാവിലമ്പലം, പിന്നെ സെന്റ് ജോസഫ് കത്തീഡ്രൽ എന്നിവ തൊട്ടടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ചങ്ങനാശ്ശേരിയുടെ പഴയ തെക്കങ്കൂർ രാജാവും അതിനുശേഷം തിരുവിതാംകൂറിലെ വലിയ വ്യാപാര കേന്ദ്രവുമായിരുന്നു ചങ്ങനാശ്ശേരി. 5 വിളക്കിന്റെ നാടെന്നറിയപ്പെടുന്ന ചങ്ങനാശ്ശേരി വേലുത്തമ്പിദളവ വന്ന് ഉദ്ഘാടനം ചെയ്ത ആ ചന്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് കണ്ടുകിട്ടിയതിൽ വെച്ചുള്ള ഏറ്റവും പഴയ ചരിത്ര ലിഖിതമായ വാഴപ്പള്ളി ശാസനം ചങ്ങനാശ്ശേരിയിലെ വാഴപ്പള്ളി ക്ഷേത്രത്തിനടുത്ത് നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലെ പ്രധാന വ്യക്തികൾ നമ്മുടെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കമ്മ ചെറിയാൻ ജനിച്ചത് ചങ്ങനാശ്ശേരിയിലാണ്. രാജരാജവർമ്മ കോയിത്തമ്പുരാൻ, NSSന്റെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, AR രാജവർമ്മ, പിന്നെ കവിയായ മുട്ടത്ത് വർക്കി, പിന്നെ PK നാരായണപ്പണിക്കർ, പിന്നെ നമ്മുടെ സ്പോർട്സ് താരം അഞ്ജു ബേബി ജോർജ്, ഇവരുടെ എല്ലാം ജന്മസ്ഥലം ചങ്ങനാശ്ശേരിയാണ്. പിന്നെ ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന പ്രധാന സ്ഥലങ്ങൾ മന്നം സമാധി, പിന്നെ ലക്ഷ്മിപുരം പാലസ്, മന്നം മ്യൂസിയം, ആനന്ദാശ്രമം, പിന്നെ 8 വീട്ടിൽ പിള്ളമാരുടെ സമാധി സ്ഥലം എന്നിങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള കുറെ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ഏറ്റവും പ്രസിദ്ധമായത് വർഷം തോറും ഡിസംബർ 25-ാം തീയതി മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഈ 3 മതസ്ഥരും കൂടെ നേതൃത്വം കൊടുത്ത് നടത്തുന്ന ചന്ദനക്കുട ദേശീയ മഹോത്സവം. അതാണ് ഇത്രയും ഉള്ള എൻ്റെ നാടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഓക്കെ സവിന, വെരി ഗുഡ്. കാരണം ഒരു സവിന വളരെ പ്രൗഡോട് കൂടിയാണ് സ്വന്തം നാടിനെ പറ്റി പറഞ്ഞല്ലേ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാടിനെ പറ്റി ഇങ്ങനെ പറയാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ അവിടേക്ക് അറിയാം എന്നല്ലാതെ ചങ്ങനാശ്ശേരിയെ പറ്റി ഇത്രയും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ബാക്കിയുള്ളവരുടെ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പം അത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. ഇതുപോലെ വൈ ഡോണ്ട് യു ഓൾ ഡു? നിങ്ങൾക്കും നിങ്ങളുടെ നാടിനെ പറ്റി പറയാലോ. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. കേട്ടപ്പോ ചങ്ങനാശ്ശേരിയിലൊന്ന് വരണം, അതിലൂടെ പാസ് ചെയ്തു എന്നല്ലാണ്ട് അവിടെ ഇറങ്ങി അങ്ങനെയൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഹാർദമായി സ്വാഗതം ചെയ്തു ചങ്ങനാശ്ശേരിയിലോട്ട് വരാൻ. തീർച്ചയായിട്ടും വരാം. പണ്ടൊക്കെ ഇവിടെ പണ്ടെന്ന് പറഞ്ഞാൽ രാജഭരണകാലത്ത് ഈ വെളിയിൽ പോകേണ്ട കാര്യമില്ല ഹണിമൂൺ ആഘോഷിക്കാൻ. കാരണം അതുപോലെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു പണ്ടുള്ള സമയത്ത്. ഇപ്പൊ പിന്നെ ആർക്കും അങ്ങനെ വലിയ പ്രാധാന്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ലക്ഷ്മിപുരം പാലസും മന്ന മ്യൂസിയം ഒക്കെ ഇപ്പോഴും ഓരോരുത്തരൊക്കെ വന്ന് കാണുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ആ 8 വീട്ടിൽ പിള്ളമാരുടെ സമാധി സ്ഥലം അത് കേട്ടിട്ടുണ്ടോ മാം? വേറെ ഏതോ രാജ്യത്തെ ഒരു രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന വേറെ ഏതോ ഒരു രാജ്യത്ത് ഈ 8 വീട്ടിൽ പിള്ളമാര് ഈ കൊലപാതകം ചെയ്യപ്പെട്ടു. അപ്പം അവിടുത്തെ പിന്നീട് വന്ന രാജാവിന് ഈ 8 വീട്ടിൽ പിള്ളമാരുടെ പ്രേതത്തിന്റെ ശല്യം വന്നിട്ട് ആ പുള്ളി വേറെ ഏതോ സ്വാമിമാരെയും അങ്ങനെയൊക്കെ ആവാഹനവും അതുമൊക്കെ നടത്തിയിട്ട് അതിന്റെ സാധനം കൊണ്ടുവന്ന് ഈ ചങ്ങനാശ്ശേരി പുഴവാദം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ചിത്രകുളം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട്, പ്രസിദ്ധമായ ഒരു ഇതാ. അവിടെ കൊണ്ടുപോയി ഈ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെയാ അതിന്റെ ചരിത്രം പറയുന്നത്. ഓക്കെ. ചരിത്രം നോക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായതും അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ഉണ്ടല്ലേ. 8 വീട്ടിൽ പിള്ളമാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. പണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവര് ട്രിവാൻഡ്രാണ് ബേസിക്കലി. എന്റെ അമ്മയൊക്കെ ചെറുതായിരുന്നപ്പോ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയതാ. പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട് 8 വീട്ടിൽ പിള്ളമാരുടെ ഫാമിലിയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. നമ്മള് പിന്നെ അത് ഹൈലൈറ്റ് ചെയ്യാറില്ല. ഭയങ്കര വഴക്കുപടി ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നല്ലോ. ഓക്കെ, എനിവേസ് പിന്നെ അവരെ പറ്റി പറഞ്ഞപ്പോ ഞാൻ അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. 8 വീട്ടിൽ പിള്ളമാരുടെ ഫാമിലി ആയിട്ട് എന്തൊക്കെയോ ഒരു റിലേഷൻ കല്യാണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും, അങ്ങനെ എന്തൊക്കെയോ. അവരൊക്കെ ഫുൾ നശിച്ചു പോയെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ വളരെ നന്നായി. ചങ്ങനാശ്ശേരിയെ കുറിച്ച് കൂടുതൽ അടുത്തറിയാനായിട്ട് ആഗ്രഹം തോന്നുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ട്രെയിനിലൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് ചങ്ങനാശ്ശേരി എന്നുള്ള സ്റ്റേഷൻ കണ്ടിട്ടുള്ളതല്ലാതെ അവിടെ ഇറങ്ങി ഒന്നും ചെയ്യാനായിട്ട് ഇതുവരെ ഒരു പ്രാവശ്യം എന്തോ വന്നിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ മരിച്ച സമയത്ത്, അച്ഛനല്ല അമ്മ മരിച്ച സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ചങ്ങനാശ്ശേരിയിലെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതേ ഉള്ളൂ. ഞങ്ങള് ഈ മതസൗഹാർദ്ദം എന്നും പറഞ്ഞ് പ്രധാനപ്പെട്ട ഒരു ഇതാ. അതായത് ചങ്ങനാശ്ശേരിയിൽ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ 3 മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ തൊട്ടടുത്തടുത്തടുത്താ സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഏതോ രാജാവിന് സന്മനസ് തോന്നി ആ പുള്ളി കൊടുത്ത സ്ഥലത്താ ഇവരെല്ലാം ഇത് വെച്ച് റെഡിയാക്കിയേക്കുന്നത്. പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെക്യുലറിസം പണ്ടത്തെ കാലത്ത് ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് വളരെ റെയറാണ്. കാരണം അന്നൊക്കെ കൂടുതലും ബഹളങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ ആയിരുന്നല്ലോ. അതെ, ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്. ഡിസംബർ 25-26 ഭയങ്കര പരിപാടിയാ ചങ്ങനാശ്ശേരിയില്. അപ്പം ഈ അതായത് ഇവിടുന്ന് ഞങ്ങളുടെ പള്ളിയിൽ നിന്നാണ് ഈ 5 ആനകളെ ഈ ഇത് കൊണ്ടുവന്ന് ചന്ദനക്കുടം എന്നും പറഞ്ഞൊരു പരിപാടിയാ. അത് ആദ്യം അമ്പലത്തിൽ പോവും, അമ്പലത്തിൽ നിന്ന് പിന്നെ ഇപ്പുറത്ത് പോവും. അവരെല്ലാം അപ്പൊ സ്വീകരണം തരും ഇവർക്ക് വേണ്ടി. അങ്ങനെയാ. പിന്നെ 3 പ്രധാന ആൾക്കാര് എല്ലാം കൂടെ ആ ഉദ്ഘാടനത്തിനും അതിന്റെ അധ്യക്ഷതയും സമ്മേളനത്തിനും എല്ലാം പങ്കെടുക്കും. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ വർഷങ്ങളായിട്ട് 10,000 വർഷം എത്രയും കണ്ടായെന്ന് തോന്നുന്നു ഈ ഇത് ഇപ്പൊ നടത്തപ്പെടാൻ തുടങ്ങിയിട്ട്. അപ്പൊ ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോ അവരുടെ ഉള്ളിലേക്ക് നല്ല വാല്യൂസ് അല്ലേ വരുന്നത്. കാരണം അങ്ങനെയുള്ള സ്ഥലത്ത് ജീവിച്ചു വരുമ്പോൾ അവരുടെ ഉള്ളിലും അത് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. നല്ല കാര്യം. മാം, കുഞ്ഞുങ്ങളാകുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ സെപ്പറേഷൻ ഇല്ലല്ലോ. വലുതായി കഴിയുമ്പോഴല്ലേ സെപ്പറേഷൻ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും. ഇതൊക്കെ നാച്ചുറൽ, ഇതിനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് വലിയ പ്രശ്നം എന്ന് തോന്നുന്നു. ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാല് ഇത് ആസിഫ് അലി എനിക്ക് ആസിഫ് അലി ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞാണ്. ആസിഫ് അലി ഇതിങ്ങനെ സാധാരണമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു അലിഗേഷൻ വന്നപ്പം ആസിഫ് അലി എല്ലാരും സപ്പോർട്ട് ചെയ്തു. അപ്പൊ ആസിഫ് അലി പറയുന്നത് ഇതിനെ ആളുകള് വലിയൊരു സംഭവമായി കാണുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു എന്നാണ് ആസിഫ് അലി പറഞ്ഞത്. അപ്പോഴാണ് മതത്തിന്റെയൊക്കെ ഇടപെടലുകൾ കൂടുതലായിട്ട് വരുന്നത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും. അപ്പൊ ഞാൻ പറയാം, നമ്മളിത് സാധാരണ പോലെ കാണുന്നു. അപ്പൊ ആസിഫ് അലി പറഞ്ഞത്, ആസിഫ് അലിന്റെ ചെറുതായിരുന്ന സമയത്ത് ഇങ്ങനെ നമ്മള് നബിദിനത്തിന്റെ അന്നാണ് ഇങ്ങനെ പ്രൊസഷൻ പോലെ പോകുന്നത്.
ആണോ ഇങ്ങനെ നിങ്ങൾ ഘോഷയാത്ര പോലെ പോകുന്നത്? അതെ മാം, അതെ. ആ അപ്പൊ ആസിഫ് അലി പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൂടെ അങ്ങനെ ഘോഷയാത്ര പോകുമ്പോൾ ഏത് കമ്മ്യൂണിറ്റിയുടെ ആണെങ്കിലും ഒരു ഘോഷയാത്ര പോകുന്ന സമയത്ത് ആ പോകുന്ന വഴിയിലുള്ള വീടുകളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും തരുമായിരുന്നു. അതൊരു സാധാരണ കാര്യമാണ്. ആളുകൾ അതിനെ വലിയ ന്യൂസ് ആക്കുമ്പോഴാണ് അത് ഭയങ്കര ഒരു പ്രശ്നമായി തീരുന്നതെന്നൊക്കെ ഇങ്ങനെ ആസിഫ് അലി കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പണ്ട് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നല്ലോ മാം. ഇപ്പൊ റീച്ച് കിട്ടാൻ വേണ്ടി എല്ലാരും ഇങ്ങനെ ഓരോ വൈറലാകാനും ഇത് നോർമലി നടക്കുന്ന ഒരു കാര്യം അല്ലെ? ഒരാളെ കാണുമ്പോൾ നമുക്ക് അയാൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ അതൊരു നോർമലി ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട ഒരു വികാരം തന്നെയാണ്. അല്ലാതെ അതൊരു പ്രത്യേകതയായിട്ട് കാണിക്കേണ്ട കാര്യമല്ല എന്നാണ് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത്. എനിവേ നിങ്ങളിലൂടെ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. താങ്ക് യു സോ മച്ച്. ഓക്കെ സബീന, ആൻഡ് യു ക്യാൻ ഫീൽ പ്രൗഡ്. കാരണം ഇതുപോലൊരു നാട്ടിലാണല്ലോ ജീവിക്കുന്നത്. മക്കളെയും അവിടെ മക്കളും ഒക്കെ എല്ലാവരും ഫാമിലി മുഴുവൻ അവിടെയാണല്ലോ ജീവിക്കുന്നത്. വെരി ഗുഡ്. ഇനി ചങ്ങനാശ്ശേരി വരാൻ ഒരു ഇതുണ്ടായാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വെച്ച് അവിടെയൊക്കെ വരാൻ നോക്കാം. ഓക്കെ, വിളിക്കും. ചങ്ങനാശ്ശേരി വരുമ്പോ വിളിക്കും. എല്ലാവർക്കും ഉണ്ടോ? എല്ലാവരോടും കൂടാണേ. നോ പക്ഷാഭേദം. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സുകൾ ഏകദേശം തീരാറായി. എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടിയല്ലേ? കിട്ടി മാം. പാർട്ട് 2 എന്നാ തുടങ്ങുന്ന എക്സാം? ഡിസംബർ 2. ഡിസംബർ 2. പിന്നെ തന്നെ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യും അല്ലെ? PGയുടെ ക്ലാസ്സസ് ഓൺഗോയിങ്. ഓക്കെ, ഇനിയിപ്പം 8ന്റെ വൈവ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. 9ന്റെ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ മോസ്റ്റ് പ്രോബബ്ലി അല്ല 15-ാം തീയതി ഡേറ്റ് വന്നോ? November 15th ഡേറ്റ് കിട്ടിയല്ലോ. ഓക്കെ, 11th-നാണ്. പിന്നെ അത് കഴിയുമ്പോൾ 12th ബാച്ചിന്റെ. ഓക്കെ, സോ നമ്മൾ എവിടെ വരെയായി? ഏത് ചാപ്റ്റർ ആയിരുന്നു? 3rd ആണോ അതോ 7 ആണോ? 7 ആണോ? 3rd എനിക്ക് ഓർക്കണില്ല ഏതാണ്. കഴിഞ്ഞ വർഷം ഡെവലപ്മെന്റ്. ഓക്കെ, 3rd യൂണിറ്റ് ആണ് അല്ലെ? പാർട്ട് 3-ലെ. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. ഇന്ന് ക്ലാസ് ലീഡ് ചെയ്യാനൊക്കെ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് പറയാം മാം. അതും കൂടി ഉള്ളൂ. പറയാം എന്നാണോ? അതാണോ നമുക്കിനി എടുക്കേണ്ടത്? അതോ അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടോ? ആ ടേബിൾ മാം അതിന് മുമ്പുള്ള പറഞ്ഞിരുന്നു. ലേണിംഗ് മെറ്റീരിയൽസ്. നമ്മൾ എന്നിട്ട് ഒന്നും കൂടെ അത് പറയാന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ അല്ലെ? ക്ലാസ് തീരാറായപ്പോ പെട്ടെന്ന് പറയായിരുന്നില്ലേ? അതെ മാം. ടേബിള് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതുപോലൊരു ഏരിയ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. യെസ്, ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. കിട്ടി. ഒരിക്കലും പണിയാം. കുറേശ്ശെയായിട്ട് ടൈം എടുത്തിട്ട് ഒരു ദിവസം ഒരു 15 to 20 minutes എങ്കിലും നിങ്ങൾക്ക് മിനിമം സ്പെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പെൻഡിങ് വർക്ക്സ് ഒക്കെ ഉള്ളത് കംപ്ലീറ്റ് ചെയ്യുക. ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻ്റെ ഒരു അസൈൻമെന്റ് ഞാൻ തന്നിരുന്നു മാം. അത് സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. അത് വൈവ ടൈമിൽ നമ്മൾ വാല്യൂ ചെയ്യുള്ളൂ. നിങ്ങൾ പ്രാക്ടിക്കൽ സെഷന് വരുമ്പോൾ നിങ്ങളുടെ വർക്കുകൾ ഉദ്ദേശിക്കുന്നത് അസൈൻമെന്റ്, സർവേ റിപ്പോർട്ടുകളല്ല ഒരെണ്ണേലുള്ളൂ. പിന്നെ റെക്കോർഡുകൾ അത് മാത്രം കംപ്ലീറ്റ് ആയത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സൈനും സീലും ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ ചെയ്ത മെറ്റീരിയൽസ് ഒന്നും ക്യാരി ചെയ്ത് കൊണ്ടുവരണ്ട കേട്ടോ. അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അത് ഇതിപ്പോ പ്രാക്ടിക്കൽ സെഷന് നേരിട്ട് വരുമ്പോൾ ഈ പറയുന്ന റെക്കോർഡുകളും എല്ലാ വർക്കും കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ദിവസം നേരിട്ട് തന്നെ വൈവ അറ്റൻഡ് ചെയ്യാം. അപ്പൊ ആ ജോലി അവിടെ അങ്ങ് തീരും.
വൈവ മെയിൻലി പ്രാക്ടിക്കൽ സെഷനുമായിട്ട് ആണ് മെയിനായിട്ടും വൈവ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ വരുന്ന ആ സമയത്ത് വൈവ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. വർക്കുകളും അസൈൻമെന്റും റെക്കോർഡും സർവേയും എല്ലാം കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രം ആ സമയത്ത് വൈവ അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിലാക്സ് ചെയ്ത് തിയറിക്ക് മാത്രം പഠിച്ചാൽ മതിയല്ലോ എക്സാമിന്. അപ്പൊ അങ്ങനെ വരുമ്പോ മെറ്റീരിയൽസിന്റെ ഒരു സെൽഫി പിക്കോ ഒരു സെൽഫി ഷോർട്ട് വീഡിയോ എടുത്ത് ഒന്നുമില്ലെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്താൽ മതി. ഇനി അതല്ല ഓൺലൈൻ ആയിട്ടാണ് വൈവ ചെയ്യുന്നതെങ്കിൽ അത് മിക്കവാറും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡിസംബർ ലാസ്റ്റോ ജനുവരിയിലോ അങ്ങനെ എന്തെങ്കിലും ടൈമിലായിരിക്കാം. ചിലപ്പോൾ ഡിസംബർ പകുതിക്ക് അങ്ങനെ ആയിരിക്കാം. അത് പറയും, ഇൻഫർമേഷൻ കിട്ടും. കാരണം വെച്ചാൽ 8ന്റെ കഴിഞ്ഞതേ ഉള്ളൂ, 9ന്റെ ഇനി വരാൻ പോണു. അപ്പൊ 9ന്റെ തുടങ്ങാൻ പോണേ ഉള്ളൂ തിങ്കളാഴ്ച. 9ഉം കഴിഞ്ഞ് 10ഉം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് അപ്പൊ സമയമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഓൺലൈൻ ആയിട്ടാണ് വൈവ ഗൂഗിൾ മീറ്റിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ 1 to 1 ആയിരിക്കും. വൈവയില് ടീച്ചറും ആ കുട്ടിയും മാത്രമേ ഉണ്ടാവുള്ളൂ. റെക്കോർഡിംഗ് ഒന്നും ഉണ്ടാവില്ല, കോൺഫിഡൻഷ്യൽ ആയിരിക്കും, നല്ല പ്രൈവസി ഉള്ളതാണ്. അങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇരിക്കുന്ന റൂമിൽ അതൊന്ന് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുക. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഒന്ന് ബാക്ക് ക്യാം ഓൺ ചെയ്തിട്ടോ അങ്ങനെയെങ്കിലും അതൊന്ന് കാണിച്ചു കൊടുക്കുക. 10 minutes ഉണ്ടായിരിക്കുള്ളൂ വൈവ. ഓക്കെ, അപ്പൊ അതൊന്നൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി, നോ പ്രോബ്ലം. പിന്നെ വൈവയുടെ സ്ലോട്ട് ഇടുമ്പോ അയ്യോ എനിക്ക് കയറാൻ പറ്റില്ല അങ്ങനെ പറയരുത്. നമുക്ക് ആ സ്ലോട്ട് എന്തായാലും തലേ ദിവസവും അതിന്റെ മുന്നിലത്തെ ദിവസവും സ്ലോട്ട് വരും. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾ കയറാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ആ ടൈമിൽ തന്നെ കയറുക. ഇനി അതല്ല ആ ഒരു ടൈമിൽ പറ്റില്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജോലിക്ക് പോകുന്നവർക്ക് ചിലപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് കയറാൻ പറ്റിയെന്ന് വരില്ല, അതിനുള്ള സൗകര്യം ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക, എന്നെ ഇൻഫോം ചെയ്യാം, പ്രസിഡന്റിനെ ഇൻഫോം ചെയ്യാം, ആ വൈവ എടുക്കുന്ന കുട്ടിയെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ഇൻഫോം ചെയ്യാം. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, ജെനുവിനാണെന്ന് തോന്നിയാൽ നമ്മൾ ആ ടൈം മാറ്റി കൺവീനിയന്റ് ടൈമിലേക്ക് മാറ്റും. അങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റുന്നത്, അതുവരെയും സ്ലോട്ടിൽ വരാത്ത ആരെങ്കിലും നമ്മുടെ ടൈമിൽ കയറാൻ റെഡി ആണെങ്കിൽ ജസ്റ്റ് ആ ടൈം ഒന്ന് അവർക്ക് വെച്ച് മാറുക. അപ്പം ആ സ്ലോട്ട് അങ്ങ് ബ്ലാങ്ക് ആയി കിടക്കില്ല, ആ സമയത്ത് ആരെങ്കിലും കയറും. മാക്സിമം എത്രയോ പെട്ടെന്ന് വൈവ തീരുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ റിസൾട്ട് നേരത്തെ ആകും, സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും നേരത്തെ ആകും. വൈവ ഡിലേ, ഒരാളുടെ ഡിലേ ആകുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റിലാണ് എല്ലാവരുടെയും ഒരുമിച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരുമിച്ച് എക്സാമും വൈവയും ചെയ്യുന്നവരുടെ ഒരുമിച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാളൊക്കെ ഡിലേ ആകുമ്പോൾ പറ്റുന്ന പ്രശ്നം ആ ബാച്ചിനെ മുഴുവനും ബാധിക്കും. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കി വൈവയുടെ ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം, കാരണം അല്ലെങ്കിൽ നമുക്ക് പോർഷൻ തീരില്ല. വൈവയുടെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുള്ളതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം വൈവ അറ്റൻഡ് ചെയ്യാനായിട്ട്. പ്രാക്ടിക്കൽ സെഷന് വരുമ്പോൾ നേരിട്ട് അറ്റൻഡ് ചെയ്യാം. പക്ഷെ ആ സമയത്ത് വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കണം. കംപ്ലീറ്റ് അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയത് വെച്ചിട്ടേ മാർക്ക് ഇടുകയുള്ളൂ. നിർബന്ധമല്ല പ്രാക്ടിക്കലിന് നേരിട്ട് വരുമ്പോൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അതിന് റെഡി ആയിട്ടുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ നെക്സ്റ്റ് സാറ്റർഡേ ആയിരിക്കാം ചിലപ്പോ 12th ബാച്ചിന്റെ അങ്ങനെ വരുന്നത്. പിന്നെ നിങ്ങളെക്കാൾ മുമ്പ് നമ്മൾ 13 ബാച്ചിന്റെ പ്രാക്ടിക്കൽ സെഷൻ വെക്കുന്നുണ്ട് സെക്കൻഡ് സാറ്റർഡേ. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുവാണ്. കാരണം എന്തുകൊണ്ട് അവർക്ക് ആദ്യം വെച്ചു എന്നൊരു തോട്ട് വേണ്ട. നമ്മുടെ 13th ബാച്ചില് മണിപ്പൂരി കുട്ടികളുണ്ട്. അതിലൊരു മണിപ്പൂരി കുട്ടി നമ്മുടെ ഇവിടെ എറണാകുളമല്ല തൃശ്ശൂരാന്ന് തോന്നുന്നു, തൃശ്ശൂർ മാള ഹോളി ഗ്രേസ്, പറവൂരിന് അടുത്താണ്, ഹാഫ് ആൻ അവർ ആളുള്ളൂ. ഹോളി ഗ്രേസ് സ്കൂളിലെ ടീച്ചറാണ്. കഴിഞ്ഞ 3 വർഷമായി അവർ അവിടുത്തെ ടീച്ചറാണ്. അപ്പൊ ആ കുട്ടിയും അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു ബിന്ദു എന്ന് പറഞ്ഞ മാമും അവർക്ക് പ്രാക്ടിക്കൽ സെഷൻ നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കുട്ടി, ഈ മണിപ്പൂരി കുട്ടിക്ക് കിം എന്നാണ് പേര്, കിമ്മിന് കിഡ്നി സ്റ്റോണിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഈ നവംബർ സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ കിം കിഡ്നി സ്റ്റോണിന്റെ അതിന് സർജറി വേണ്ടതാണ്. ആ കുട്ടിക്ക് സർജറിക്ക് പോകേണ്ടതുണ്ട്. സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടിലേക്ക് പോകും, മണിപ്പൂരിലേക്ക് പോകും. പിന്നെ അത് ചിലപ്പോൾ തിരിച്ചു വരില്ല, ചിലപ്പോൾ ജനുവരിയിൽ ചിലപ്പോൾ തിരിച്ചു വരുന്നവർ. അപ്പൊ അത്രയും ലേറ്റ് ആവില്ലേ. അതുകൊണ്ട് അപ്പൊ അതിന് സെക്കൻഡ് സാറ്റർഡേ 4th സാറ്റർഡേ മാത്രമാണ് അതിന് ഓഫീസ് വർക്കിംഗ് അല്ലാതെ ഉള്ളൂ. അപ്പൊ നമ്മൾ നോക്കിയിട്ട് ആ കുട്ടിക്ക് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ.
അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിച്ച് അതിനെ ആ സെക്കൻഡ് സാറ്റർഡേ ഏതെങ്കിലും ഒരു ബാച്ച് വരുന്നവരുടെ കൂടെ കയറ്റാം എന്ന് വിചാരിച്ചപ്പോ 13 ബാച്ചിലെ മറ്റു കുട്ടികൾക്ക് കിമ്മിനെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം. അവരുടെ ബാച്ചിലേ ആണല്ലോ, സംസാരിക്കുകയൊക്കെ ഉണ്ട്, ചാറ്റൊക്കെ ചെയ്യാറുണ്ട്, മെസ്സേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് അതിനെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ 13 ബാച്ചിന്റെ സെക്കൻഡ് സാറ്റർഡേ വെച്ചതും നിങ്ങൾക്ക് അടുത്ത് വയ്ക്കുന്നതും. കാരണം അടുത്ത 2 ശനിയാഴ്ചകളിലും നാളെയും അതിന്റെ അടുത്ത ശനിയാഴ്ചയും കോൺവൊക്കേഷൻ സെറമണി ഉള്ളത് കാരണം നിങ്ങൾക്ക് നേരിട്ട് പ്രാക്ടിക്കല് വെക്കാൻ പറ്റില്ല, നമുക്ക് സാറ്റർഡേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ അത്രയും അവരുടെ കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പം വേറൊന്നും വിചാരിക്കരുതെന്ന് പറയാനായിരുന്നു. സോ നമ്മള് 15ന് നമ്മൾ കാണും. ഓക്കെ, സോ നമ്മളുടെ ലേണിംഗ് ഏരിയ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് പറഞ്ഞിരുന്നു. ഇതുമായി കണക്ട് ചെയ്ത് നമ്മളെ വീട്ടില് കുട്ടികൾക്ക് എന്തെങ്കിലും ഇതുപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ. ഈ ഒരു ഏരിയ കുറച്ചൊക്കെ നമ്മൾ അറിയാതെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. നമുക്ക് അറിയില്ലെങ്കിൽ മോണ്ടസോറി മെത്തേഡ് അറിയില്ലെങ്കിലും നമ്മൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പലപ്പോഴും കുട്ടി അത് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും അവിടെ കുറച്ചു നേരം ഇരുന്ന് കളിച്ചോളൂലോ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് പേപ്പറോ അല്ലെങ്കിൽ ഇത്തിരി 2 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഈ ക്രയോൺസും പേപ്പറൊക്കെ വാങ്ങിച്ചു കൊടുക്കും. തന്നെത്താൻ എന്തെങ്കിലും കുത്തി വരയ്ക്കൊക്കെ ചെയ്യുമായിരിക്കും. ഇപ്പം എഴുത്തിന് ഇരുത്തുന്നവരും ഉണ്ടാകും, ഇല്ലാത്തവരുണ്ടെങ്കിൽ പോലും നമ്മളത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. കുട്ടി അങ്ങനെ കുത്തി വരയ്ക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ അത് തന്നെ അതിൽ വരുന്നതാ. മറിയ മോണ്ടിസോറി പറയുന്ന പോലെ എക്സ്പ്ലോഷൻസ് ആണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നിർബന്ധിച്ച് നമ്മൾ കൈ പിടിപ്പിച്ച് തിരുമ്മി ചെയ്യിക്കേണ്ട കാര്യമല്ല. ഓക്കെ, ലേണിംഗ് ഏരിയ ഇനി ആർക്കെങ്കിലും നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, ഈ കുഞ്ഞു കുട്ടികളുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കത് ചെയ്യാവുന്ന കാര്യമാണ് ലേണിംഗ് ഏരിയ. ലേണിംഗ് ഏരിയയില് കൺസ്ട്രക്ഷൻ ഏരിയ നമ്മൾ പറഞ്ഞു. അതിൽ കുറേ ബോക്സസ് വെച്ചിട്ട് കുറെ ജങ്ക് ആയിട്ടുള്ള സാധനങ്ങൾ, കുട്ടി അവന്റെ ഇമാജിനേഷൻ അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. പലപ്പോഴും നമ്മൾ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ടോയ്സ് വാങ്ങും, ഇത് 1-2 പ്രാവശ്യം അതെടുത്ത് നോക്കുമായിരിക്കും, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ചിലപ്പോൾ ചില കുട്ടികൾ അത് ഇടിച്ച് നശിപ്പിച്ച് പാർട്സ് ആക്കിയിട്ടുണ്ടായിരിക്കും. അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കഷ്ണത്തിനോടായിരിക്കും അവർക്ക് താല്പര്യം വരിക. ഒരു വീലായിരിക്കാം, ഒരു ടോയ് കാറൊക്കെ ആണെങ്കിൽ അതിന്റെ വീലിനോടായിരിക്കും താല്പര്യം. ആരാണത്? സോറി മാം, എന്റെ മോനാണ്, എന്നാ അവന് ലീവാണ്. സ്റ്റഡി ഹോളിഡേ ശരി. സ്റ്റഡി എടുക്കാൻ വേണ്ടി പോയതാ. അപ്പോഴേക്ക് മോന് ഓൺ ചെയ്ത. തമിഴ്നാട്ടിലോ ചെന്നൈയിലോ എവിടെ ഏത് ഭാഗത്തായിട്ടായിരുന്നു ശ്രുതി? തിരുപ്പൂര്. ഓക്കെ. ദീപാവലി കഴിഞ്ഞിട്ടാണ് അവർക്ക് എക്സാം വരുന്നത്? ഇല്ല, ഞാൻ ഇപ്പൊ പാലക്കാട് തന്നെയാ മാം. കുട്ടി പഠിക്കുന്നതൊക്കെ പാലക്കാടാണ്. ഓ ശരി. ഓ ഇത് CBSE ആണ് എക്സാം അല്ലേ? അതെ മാം. മോന് നവംബർ 1st വീക്ക് തുടങ്ങും. ഇവർക്ക് മൺഡേ. അപ്പൊ ഇവർക്ക് പഠിക്കുന്ന LKG ആണ്, പക്ഷെ സ്റ്റഡി ഹോളിഡേ ഒക്കെ ഉണ്ട് ഇവർക്ക്. ഓക്കെ. ശരി. കൺസ്ട്രക്ഷൻ ഏരിയയിൽ നമുക്ക് കുറെ ജങ്ക് ആയിട്ടുള്ള ബോക്സസ് വെക്കാം, നിറയെ ജങ്ക് ആയിട്ടുള്ള സാധനങ്ങള്. അത് കുട്ടിയുടെ ഇമാജിനേഷൻ അനുസരിച്ച് അവൻ അതിൽ നിന്ന് എടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. പക്ഷെ തിരിച്ച് അത് ആ ബോക്സസിൽ തന്നെ വെക്കാൻ, അങ്ങനെ അതും ഒരു ആക്ടിവിറ്റി ആയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാനായിട്ട് പറ്റണം. പിന്നെ ടെക്നോളജി ഏരിയ, വുഡ്, എലാസ്റ്റിക് ബാൻഡ്സ്. കുറച്ചുകൂടെ ഏജ് ആയിട്ടുള്ള കുട്ടികളാകുമ്പോൾ അവർ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും മോഡൽസ് ഉണ്ടാക്കും. പേപ്പർ അങ്ങനെയുള്ള എന്തെങ്കിലും മോഡൽ അവരുണ്ടാക്കും. പേപ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളും അവരുടെ കൂടെ ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അവർ ചെയ്യും. സയൻസ് ഏരിയ നമ്മൾ ഔട്ട്ഡോർ ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അവിടെ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാം, വാട്ടറിങ് ചെയ്യാം, ആ ചെടി നടുന്നതും വളർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അവിടെ സാൻഡ്പിറ്റ് ഏരിയ കൊടുക്കാം, ഗാർഡനില് മണ്ണിൽ കളിക്കാനും. മണ്ണിങ്ങനെ ചില സ്കൂളിലൊക്കെ ചെയ്യുന്നതാണ്, മണ്ണിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ പഠിക്കുന്നത്. പണ്ട് നമ്മളുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നല്ലോ ആൾക്കാർ ചെയ്തിരുന്നത് അല്ലെ. അപ്പൊ അതുപോലെയുള്ള സാൻഡ്പിറ്റ് ഏരിയ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പൊ അങ്ങനെ മണ്ണിലിറക്ക ഇത്തിരി പേലി ശല്യമൊക്കെ ഉള്ളിടത്തൊക്കെ ആണെങ്കിൽ അതൊന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബെയർ ഫൂട്ടൊക്കെ ആയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് അത്ര നന്നായി തോന്നുന്നില്ല. പിന്നെ മാത്സ് ഏരിയ പല പാറ്റേൺസ്, പല ഷേപ്സ്, ജോമെട്രിക്കൽ ഷേപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. വരച്ചു കൊടുത്തിട്ട് ബോർഡർ ലൈനിലൂടെ കട്ട് ചെയ്യാൻ, ട്രയാങ്കിൾ, സർക്കിൾ അങ്ങനെയുള്ളതൊക്കെ കട്ട് ചെയ്യാനൊക്കെ കൊടുക്കാം. ചെറിയ സിസറൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ലാംഗ്വേജ് ഏരിയ,
പിന്നെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മുടെ 4th റെക്കോർഡിൽ കുറെ ആക്ടിവിറ്റി ചെയ്തില്ലേ, പിക്ചർ കാണിച്ചിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനും കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അങ്ങനെ എന്നിട്ട് നമുക്ക് അവരുടെ വീഡിയോ എടുക്കാം, അവരെ തന്നെ വീണ്ടും കാണിക്കാം. പിന്നെ എന്തെങ്കിലും സ്റ്റോറി ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് റോൾ പ്ലേ ചെയ്യിക്കോ, അതൊക്കെ ഇമാജിനേറ്റീവ് പ്ലേയിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ, അതില് വെജിറ്റബിൾ പ്രിന്റിങ്, അതുപോലത്തെ ലേഡീസ് ഫിംഗറും പൊട്ടറ്റോ ഒക്കെ മുറിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യില്ലേ. 1 സെക്കൻഡ് ഒന്ന് തരണേ. ഓക്കെ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയയില് ഈ ഫിംഗർ പെയിന്റിങ് അത് ചെയ്യിക്കാം. അവരെ പേപ്പറിൽ ഓരോന്ന് പ്രിന്റ് ചെയ്യിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കുറെ കൊളാഷ് പേപ്പേഴ്സ് ഇങ്ങനെ പല രീതിയിൽ കട്ട് ചെയ്തിട്ട് അത് അങ്ങനെ ഒട്ടിച്ച് അങ്ങനെയൊക്കെ കൊളാഷ് ചെയ്യിക്കുമല്ലോ, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലുള്ള ജങ്ക് ആർട്ടുകൾ. പിന്നെ മ്യൂസിക് ഏരിയ, അവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഡാൻസ്, സെലോഫോൺ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. പിന്നെ ഡെഫിനറ്റ്ലി വേണ്ട ഒരു കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ജിം, ഗെയിംസ് ആൻഡ് മൂവ്മെന്റ് ആക്ടിവിറ്റീസ്. ചിലടത്ത് മങ്കി ബാർ ഒക്കെ കാണും, അവരുടെ ഫിസിക്കൽ മൂവ്മെന്റിന് ഏറ്റവും നല്ലതാണ്. മങ്കി ബാർ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പാർക്കിലൊക്കെ കാണില്ലേ, ഇങ്ങനെ ബാസ്, ഇങ്ങനെ വലിയ റോഡ്, അതിലൂടെ കുട്ടികൾ ഇങ്ങനെ ഈ മങ്കി മരം കയറുന്ന പോലെ ഇങ്ങനെ അവരിങ്ങനെ കയറി നമ്മൾ വിചാരിക്കും ഇപ്പൊ വീഴുന്നു, പക്ഷെ അവർ വീഴില്ല. അവർ നല്ല ബാലൻസ് ചെയ്ത് അതിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും. മുകളിൽ കയറും, താഴെ ഇറങ്ങും, മുകളിൽ കയറും. അതാണ് അതിന് മങ്കി ബാറിന്റെ പേര്. ഈ ഇമാജിനേറ്റീവ് പ്ലേ, റോൾ പ്ലേ ചെയ്യിക്കാം. അപ്പം മറിയ മോണ്ടിസോറി പറയുന്നത് റിയൽ ഇൻസിഡൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന റോൾ പ്ലേ അവരെ ചെയ്യിക്കാം. ആ ഒരു രീതിയിൽ മറിയ മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏതോ ഈ ക്ലാസ്സിലാണോ ആരോ പറഞ്ഞു, ക്ലാസ്സിൽ ഒരു സ്കൂളില് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യം ക്ലാസ്സിലാണോ പറഞ്ഞേ? അങ്ങനെ നമുക്ക് റോൾ പ്ലേ ചെയ്യിക്കാം. അത് റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസുമായിട്ട് കണക്ട് ചെയ്ത് പിന്നെ അവർക്കൊരു മെസ്സേജ് അവരുടെ ഉള്ളിലേക്ക്, ഒരു ഹെൽത്തി ഹാബിറ്റ്സ് അവരിലേക്ക് കൊടുക്കണമെങ്കിൽ നമുക്കത് റോൾ പ്ലേയിലൂടെ ചെയ്യിച്ച് ആ അവയർനെസ് അവർക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ. കാരണം ഒരു കൺസ്ട്രക്റ്റീവ് ഡിസിപ്ലിൻ, ഒരു ക്രിയേറ്റീവ് കൺസ്ട്രക്റ്റീവ് ഡിസിപ്ലിൻ ഒക്കെ നമുക്ക് റോൾ പ്ലേയിലൂടെ, അല്ലാണ്ട് ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ അല്ല നമുക്ക് കുഞ്ഞുങ്ങളിൽ ചെയ്യേണ്ടത്. വളരെ ക്രിയേറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാം. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് അതിൽ വരുന്നത് സോഷ്യൽ ഇന്ററാക്ഷൻ, നമ്മൾ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ കൂടാതെ മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ അതുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ആ സൊസൈറ്റിയോട് നമുക്ക് ചില കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷൻ. നമ്മൾ ഈ സൊസൈറ്റിയോട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആളുകൾക്ക് കാണുമ്പോൾ അവരോട് പരസ്പരം ഒരു എന്താ പറയുക, ഒരു റെസ്പോൺസിബിൾ ആയിരിക്കണം. നമ്മളിപ്പോ ചിലപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആള് നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ ആളൊന്ന് വല്ലാതെ ടെൻഷൻ അടിക്കുവോ കരയുന്ന പോലെ കാണുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ചോദിക്കുമല്ലോ. അത് ആ ഒരു ഹ്യൂമാനിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫില് സോഷ്യൽ ഇന്ററാക്ഷൻ നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നത്. പിന്നെ അത് കുട്ടികളുടെ കുട്ടികൾ അത് ലേൺ ചെയ്യുവാണ്. അവരുടെ ആ ഒരു പ്രായത്തിൽ അവർ ആ സോഷ്യലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ലേൺ ചെയ്യുന്നു. ഇപ്പൊ സ്കൂളാണ് കൂടുതലും അവർക്ക് ആ സോഷ്യലൈസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ അവരുടെ ആക്റ്റീവ് ആവുന്ന ടൈം അതായതുകൊണ്ട് സ്കൂളിൽ നിന്നാണ് അവർക്ക് അത് കിട്ടുന്നത്. പിന്നെ മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, പിന്നെ അഡൾട്ടിന്റെ റോള്, കുട്ടികളുടെ കാര്യത്തിൽ അഡൾട്ടിന്റെ റോൾ എന്താണ്, പിന്നെ അവരുടെ മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ ഒരു സ്റ്റേജിലാണ്. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് 4 ഇതായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതില് ലേണിംഗ്, സോഷ്യൽ ഇന്ററാക്ഷനും സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി ഇതുവരെയും ആരെങ്കിലും ഒരാൾ വഹിക്കും. അത് കഴിഞ്ഞ് ബാക്കി 2 കാര്യം അടുത്ത ആളാരെങ്കിലും റീഡ് ചെയ്യും കേട്ടോ. യെസ് പ്ലീസ്.
ലേണിംഗ് സോഷ്യൽ ഇന്ററാക്ഷൻ. മാം ആ പോയിന്റ്സ് മാത്രമാണോ ഫസ്റ്റ് തൊട്ട് തുടങ്ങണോ? ഇൻട്രൊഡക്ഷൻ തുടങ്ങിക്കോളൂ. Okay. Development of emotional and spiritual life. Montessori believed that the child possesses within him at birth the sense that respond to his emotional and spiritual surroundings. She believed children need motivation from those around them. He developed his emotional and spiritual life through receiving stimuli from people when he communicate with them. Learning social interaction. It is during the interaction with his classmate in the Montessori environment that a child comes across experience which helps him to develop emotional maturity. Through the activity in the specially prepared environment, children learn sociability, good manners, and how to be considerate and share. Sense of mutual responsibility is also a needed part in this area. So, children need to be allowed to help one another, which will help to develop the feeling of empathy in them. The vertical grouping, the system of putting children of ranging age group in one class allows the connection between younger children to older ones and vice versa. This gives the elder to help the youngster and also to sense a role model to them. So development of mutual and spiritual life. ഈ നമ്മൾ പറയും സ്പിരിച്വാലിറ്റി, അവരുടെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്, ഈ ഇമോഷണൽ ഡെവലപ്മെന്റ്. കാരണം അവർക്ക് ഇമോഷൻസ് മനസ്സിലാകുന്നു. അവർക്കൊരു കാര്യം കാണുമ്പോൾ സന്തോഷം, സങ്കടം, അങ്ങനെ എല്ലാം, ഒരു ദേഷ്യം വരുന്നത് ഒക്കെ അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് മാത്രമല്ല വേറൊരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള സെൻസും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ്. അത് അവരുടെ സറൗണ്ടിങ്സിൽ നിന്ന് തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. കുഞ്ഞു ബേബി ആയിരിക്കുമ്പോഴേ അവർക്ക് ഈ ഇമോഷൻസ് വരും. കാരണം ഇവരുടെ കെയർ ഗീവർ, മോസ്റ്റ് പ്രോബബ്ലി മദർ, ഇങ്ങനെ കുട്ടികളെ ചില ആൾക്കാരെ പറ്റിക്കുമല്ലോ, അമ്മ എവിടെ പോയി, അയ്യോ അമ്മയെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ വിതുമ്പി വരും. പെട്ടെന്ന് അമ്മയെ കാണുമ്പോഴേക്കും ആ ഒരു വരുന്നത് മാറി ഭയങ്കര സന്തോഷം കാണിക്കുന്നതാണ്. അപ്പൊ ആ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അത്ര ചെറുപ്രായത്തിലേ അവർക്കറിയാം. അപ്പൊ ഒരു 3 years ഒക്കെ ആവുമ്പോഴേക്കും അവരിൽ അത് ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യും. വേറൊരാളുടെ വിഷമം കാണുമ്പോൾ ഒക്കെ അവർക്ക് ആ ഒരു ഫീല്, അത് ആ ഒരു എമ്പതി വരുന്ന ഒരു ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ഇമോഷണൽ സ്പിരിച്വൽ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നു. പല രീതിയിലുള്ള ട്രിഗേഴ്സ് സറൗണ്ടിങ്സിൽ നിന്നും അവന്റെ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്നും എല്ലാം, ആരൊക്കെയായിട്ടാണോ കൊളാബറേറ്റ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരിൽ നിന്നെല്ലാമാണ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ ഫസ്റ്റ് വൺ ലേണിംഗ് സോഷ്യൽ ഇന്ററാക്ഷൻ. ക്ലാസ് റൂമിൽ പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, കുറെ കാര്യങ്ങൾ ക്ലാസ് റൂമിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, ഇപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിലാണെങ്കിൽ അവിടെ നിന്നും എല്ലാം പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതെല്ലാം ഈ ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു ഇമോഷണൽ മെച്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ. അപ്പൊ ആ ഒരു സ്പെഷ്യലി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ കുട്ടികള് സോഷ്യബിലിറ്റി, അതായത് അവിടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരു പ്രത്യേകതയുള്ള എൻവയോൺമെന്റ് ആണ് സാധാരണ ഉള്ള ട്രഡീഷണൽ ക്ലാസ് റൂമിനേക്കാളും. പക്ഷെ എന്നാലും ട്രഡീഷണൽ ക്ലാസ് റൂമുകളിലും സ്കൂളുകളിലും ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് പല മോറൽ വാല്യൂസ് വരുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യിക്കുന്നുണ്ട്. ഷെയറിങ്, അതൊരു വളരെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളിലേക്ക് വരുന്ന ഒരു വാല്യൂ ആണ് ഷെയറിങ് മെന്റാലിറ്റി വരുന്നത്. പിന്നെ ഗുഡ് മാനേഴ്സ്, ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആ ഒരു രീതിയിൽ കുട്ടികളിലെ ഗുഡ് ഹാബിറ്റ്സ്, ഗുഡ് മാനേഴ്സ് എല്ലാം, എങ്ങനെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണം, എങ്ങനെ ഷെയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവര് ത്രൂ അവരുടെ പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യുമ്പോഴെല്ലാമാണ് കിട്ടുന്നത്. പിന്നെ സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി. ഈ നമ്മൾ വിചാരിക്കും ചെറിയ പ്രായത്തിൽ ആ ഒരു മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റിൽ ഈ ഒരു മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി കുട്ടികളിലേക്ക് തന്നെ ഉണ്ടാകും. അവര് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ലവ് ടു ഹെൽപ്പ് വൺ അനദർ, നമ്മൾക്ക് കാണാൻ പറ്റും. KG ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പരസ്പരം ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്, ഈവൻ ഭക്ഷണമാണെങ്കിലും തന്റെ പാത്രത്തിൽ ഇരിക്കുന്നിടത്ത് മറ്റേ ആൾക്ക് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് അവരിൽ തന്നെ ഡെവലപ്പായി വരികയാണ്. പിന്നെ എന്താ പറയാ, കാക്കയ്ക്ക് കൊടുക്കുന്നതും പൂച്ചയ്ക്ക് വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറെ കൊടുത്തിട്ടായിരിക്കും ഇവര് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു എമ്പതി അവരിൽ വരും. ഞാൻ മാത്രം കഴിച്ചാൽ പോരാ, അങ്ങനെ ഒരു രീതി വരും. വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ, അതായത് പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ എല്ലാരെയും കൂടെ ചേർത്ത് ഒരു ക്ലാസ്സിലാക്കുന്ന ഒരു രീതി. യങ്ങർ ചിൽഡ്രനും ഉണ്ടാകും, ഓൾഡർ വൺസും ഉണ്ടാകും. അതായത് ഇപ്പോ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് നമ്മൾ പറഞ്ഞു.
ഈ 3 വയസ്സ് വരെയുള്ള കുട്ടികള് അവിടെ ജോയിൻ ആവാൻ ചെല്ലുമ്പോൾ അവിടെ 6 വയസ്സും 5 വയസ്സും 4 വയസ്സും ഉള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഏറ്റവും മുതിർന്ന കുട്ടികൾ താഴേക്കുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. ഇത് കണ്ടാണ് 3 വയസ്സുകാരൻ അവിടെ ഇങ്ങനെ കാര്യങ്ങൾ കാണുന്നത്. അപ്പൊ അവനും ഓരോ മുന്നോട്ട് പോകുന്തോറും മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതി വരും. അപ്പൊ അങ്ങനെ അവർക്കൊരു മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, ഞാനത് ചെയ്യേണ്ടതാണെന്ന്. കാരണം നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അവർ കാണുന്നത് മുഴുവനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ആ ഒരു സെൻസ് എൽഡേഴ്സ് എപ്പോഴും ഒരു റോൾ മോഡൽ എൽഡേഴ്സിനെ എപ്പോഴും ഒരു റോൾ മോഡൽ ആക്കാനായിട്ട് ചെറിയ കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും അവരെ റോൾ മോഡൽ ആക്കാനായിട്ട് നോക്കും. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുമ്പോൾ ഇവര് കാണുന്ന എൽഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ 2 വർഷമൊക്കെ അവിടെ കാര്യങ്ങൾ ചെയ്ത കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ആയിരിക്കും. അപ്പൊ അത് കാണുമ്പോൾ ഇവരും അത് തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ്, റോൾ ഓഫ് അഡൾട്ടും ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസ്. പ്ലീസ് ആരെങ്കിലും വായിച്ചോളൂ. ഞാൻ വായിക്കാം മാം. Role of adult. Children should be treated in a loving, caring way. Whenever children make mistakes, they should not be chided or treated severely unless they are disturbing or destructive. Adults should behave using the knowledge that children have the ability to feel love and be attracted to people who behave lovingly, but it will be destroyed if the adults are not careful. Development of moral values. For the development of moral sense to take place, good and evil must be apparently differentiated in the environment. Adults should help by exertion the understanding of what is good and setting clear limits against detrimental or unsociable behaviors. സോ റോൾ ഓഫ് അഡൾട്ട്, കുട്ടികളെ എന്താ പറയാ, നല്ല പോലെ ലവിങ്, കെയറിങ് വേയിൽ ട്രീറ്റ് ചെയ്യണം. പിന്നെ കുട്ടികൾ എപ്പോഴെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാക്കുവാണെങ്കിൽ അവരെ ചീഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബ്യൂക്ക്, വഴക്ക് പറയുക, അവരെ ഭയങ്കര സിവിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. പക്ഷെ ചില കുട്ടികൾ ഉണ്ടാവും ഭയങ്കര ഡിസ്ട്രോയിങ്, അങ്ങനെ ഡിസ്ട്രക്റ്റീവ്, പല സാധനങ്ങൾ എടുത്തെറിഞ്ഞ് നശിപ്പിക്കുന്ന അങ്ങനത്തെ രീതിയിലുള്ള കുറെ കൂടെ അഗ്രസീവ്നെസ് കാണിക്കുന്ന കുട്ടികൾ ഉണ്ടാവും, വയലന്റ് ആയിട്ടുള്ള നേച്ചറിലുള്ള കുട്ടികൾ. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പം അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരെ പണിഷ് ചെയ്യോ ബീറ്റ് ചെയ്യോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവരെ ആ രീതിയിൽ അവരുടെ അഗ്രസീവ്നെസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിലൂടെ അവരെ കൊണ്ടുപോകണം. അല്ലാതെ കുട്ടികളെല്ലാരും ടു ലൗഡ് ആൻഡ് ടു ബി ലൗഡ്, ആ രീതിയിൽ ടു ലവ് ആൻഡ് ടു ബി ലൗഡ് എന്നുള്ള രീതിയിലായിരിക്കണം കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം ദാറ്റ്സ് ദെയർ റൈറ്റ്. അവരെ സ്നേഹിക്കുക തന്നെ വേണം. അഡൾട്ടിന്റെ റോൾ അതാണ്. കുട്ടികളുടെ എബിലിറ്റി മനസ്സിലാക്കി, മീൻസ് അവരാണ് അവിടുത്തെ പൊട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ, കുട്ടികളാണ്. കുട്ടികളെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിൽ അവരെ ട്രിഗർ ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. മീൻസ് നമ്മളൊരു പാസീവായി നിന്ന് ആക്റ്റീവ് ആക്കേണ്ടത് കുട്ടികളാണ്. ആ ഒരു രീതിയിലായിരിക്കണം അഡൾട്ട് തന്റെ റോള് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ നമ്മൾ അവരുടെ ഒരു റോൾ മോഡൽ പോലെ ആയിരിക്കണം. നമ്മളോട് കുട്ടികൾ ഒന്ന് അട്രാക്റ്റഡ് ആയിട്ട്, എന്താ പറയാ, നമ്മളോട് നല്ല ലവിങ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, അഡൾട്ട്സ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആ ചെറിയ ഏജിലെ കുട്ടികളുടെ ഡെവലപ്മെന്റിൽ നമ്മൾ അവരോട് സിവിയർ ആയിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അതെല്ലാം അവരുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ മോറൽ വാല്യൂസിന്റെ ഡെവലപ്മെന്റ്, ഈ ഒരു സമയത്ത് മോറൽ വാല്യൂസിന്റെ ഡെവലപ്മെന്റ് വേണം. ഗുഡ് ഈവിൾ എന്നുള്ളത് മനസ്സിലാക്കി വേണം ഈ ഒരു എൻവയോൺമെന്റിലൂടെ അവർ പോകാൻ. അഡക്റ്റ് അവരെ ഹെൽപ്പ് ചെയ്യണം, എന്താണ് ഗുഡ് എന്താണ് ഈവിൾ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. ഈവിൾ വന്നു കഴിഞ്ഞാൽ അതിനപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന ലിമിറ്റ്സ് സെറ്റ് ചെയ്യണം. അൺസോഷ്യബിൾ ആയിട്ടുള്ള, ശരിയല്ലാത്ത രീതിയിലുള്ള ബിഹേവിയർ അവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതെല്ലാം പെട്ടെന്ന് തന്നെ അതിൽ നിന്നുമെല്ലാം അവരെ മാറ്റിയെടുക്കാനായിട്ട്, അവർക്ക് അതിനുള്ളൊരു അവയർനെസ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇപ്പൊ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആരാ വായിക്കാന്ന് പറഞ്ഞത്? യെസ് പ്ലീസ്. Stages of growth. According to Montessori, development takes place in stages. There are mainly 2 stages, namely childhood and adulthood. She divided these into 4 periods, which she called as formative planes. They are 0 to 6, first period, 6 to 12, second period, 12 to 18, third period, and 18 to 24, fourth period.
മോണ്ടിസോറി ഇത് പറയുന്നത് ഡെവലപ്മെന്റ് 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. പ്രധാനമായും 2 ഘട്ടങ്ങൾ, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്, ബാല്യവും യൗവനവും. ഇവയെ അവർ 4 ഘട്ടങ്ങളായി തിരിച്ചു. അവയെ ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്ന് വിളിച്ചു. അവ ബർത്ത് മുതൽ 6 വയസ്സ് വരെ ഫസ്റ്റ് പീരീഡ് ആയിട്ടും 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടം സെക്കൻഡ് പീരീഡും 12 മുതൽ 18 വയസ്സ് വരെ തേർഡ് പീരീഡും 18 മുതൽ 24 വയസ്സ് വരെ ഫോർത്ത് പീരീഡുമായി പറയുന്നു. നെക്സ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് വളർച്ചയുടെ ഘട്ടങ്ങളാണ്, ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. മനുഷ്യന്റെ വളർച്ചയെ പ്രധാനമായും കുട്ടിക്കാലം, കൗമാരം, യൗവനം എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളായി തിരിക്കാം. ഈ ഘട്ടങ്ങളിൽ ഓരോ പ്രായത്തിലുമുള്ള കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വികാസങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ചൈൽഡ്ഹുഡ് ഈ ഘട്ടം എന്ന് പറഞ്ഞാൽ ജനനം മുതൽ ഏകദേശം 12 വയസ്സ് വരെയാണ്. കുട്ടികൾ അവരുടെ ചുറ്റുപാടുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും അവരുടെ സ്വന്തം വ്യക്തിത്വം വികസിപ്പിക്കുന്നതും ഈ ഒരു സമയത്താണ്. കളികളുടെയും മറ്റുള്ളവരുമായി ഇടപഴകുന്നതിലൂടെയും അവർക്ക് ആത്മവിശ്വാസം ലഭിക്കുന്നു. കുട്ടിക്കാലത്തെ തന്നെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ആ 3 കാറ്റഗറി ആർക്കെങ്കിലും അറിയാമോ? അത് ബാല്യം, കൗമാരം, ശൈശവം. അത് നമ്മൾ ഇങ്ങനെ പറയാം: ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ പ്രീ അഡോളസൻസ്. ഈ ഏർലി ചൈൽഡ്ഹുഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ കുട്ടികൾ സ്വന്തമായിട്ട് നടക്കാൻ, സംസാരിക്കാനൊക്കെ തുടങ്ങും. കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കാനും ചെറിയ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്ന ഒരു സമയമാണ് ഏർലി ചൈൽഡ്ഹുഡ്. മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ കുട്ടികൾ ഓടാനും ചാടാനും മറ്റും പഠിക്കുകയും പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. അവരുടെ ഭാവനയും ചിന്താശേഷിയും വളരുന്ന ഒരു സമയമാണിത്. ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ സ്കൂളിലെ പഠനത്തിനും സാമൂഹിക ഇടപഴകലിനും പ്രാധാന്യം നൽകുന്നു. ഇവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും ഉത്തരവാദിത്വവും ഉണ്ടാവുന്നു. ഇനി അഡോളസെൻസ്, കൗമാരം. സാധാരണ 10നും 19നും ഇടയിലുള്ള ഒരു പ്രായമാണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. കുട്ടിക്കാലത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള മാറ്റത്തിന്റെ ഒരു ഘട്ടം. ഈ സമയത്താണ് പ്യൂബർട്ടി സംഭവിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അവർ തങ്ങളുടെ വ്യക്തിത്വം കണ്ടെത്താനും കൂടുതൽ സ്വാതന്ത്ര്യം നേടാനും ചുറ്റുപാടുള്ള ലോകവുമായി ഇടപഴകാനും നോക്കുന്നു. ഇത് ചിലപ്പോൾ മാനസിക പിരിമുറുക്കങ്ങൾക്കും കാരണമാവുന്നു. ഇനി അഡൾട്ട്ഹുഡ്, യൗവനം. യൗവനം സാധാരണയായിട്ട് 18 വയസ്സിന് ശേഷം തുടങ്ങുന്നു. യൗവനത്തെയും 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം: ഏർലി അഡൾട്ട്ഹുഡ്, മിഡിൽ അഡൾട്ട്ഹുഡ്, ലേറ്റ് അഡൾട്ട്ഹുഡ്. ജീവിതത്തിലെ പ്രധാന തീരുമാനം, അതായത് വിദ്യാഭ്യാസം, ജോലി, വിവാഹം, കുടുംബം എന്നിവയെല്ലാം ഈ ഒരു കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഈ ഘട്ടത്തിൽ ആളുകൾ ശാരീരികവും മാനസികവും വൈകാരികവുമായ പക്വത നേടുകയും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്: caregivers and teachers need to understand the periods of development in order to aid the child or the young adult and to allow each child or young adult to maximize his own potential. Montessori explained this period with some particular points. There is a particular goal in development. For example, in the first period, the particular goal of the child is follow his inner urges and create himself. That is his personality. There is a readily identified direction being followed to reach that goal. There is specific awareness given to humans in each period. The child has special artistry to help him develop himself. They help with the child development. She identifies them as the sensitive spirit and the absorbent mind. Each of these 4 planes of development builds upon the last, and as such as faculty development in any one plane affect the successful completion of all the others. കുട്ടിയായി യങ്ങായ ഒരു അഡൾട്ടിനെ സഹായിക്കാനും അവരുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താനും പേരന്റും ടീച്ചറും അവരുടെ ഈ ഡെവലപ്മെന്റ് ഘട്ടങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മോണ്ടിസോറി ഈ ഘട്ടങ്ങളെ കുറച്ച് 2-3 പോയിന്റ്സ് ആയിട്ട് പറയുന്നതാണ്. ഡെവലപ്മെന്റിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യ ഘട്ടത്തിൽ കുട്ടിയുടെ ലക്ഷ്യം അവന്റെ ഉള്ളിലെ പ്രേരണ. ഇതിനകത്തൊരു വാക്കുണ്ട്, ഇന്നർ അർജസ്, ആന്തരിക പ്രേരണ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിനെ പിന്തുടർന്ന് അവനെ തന്നെ, അതായത് അവന്റെ ആ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക എന്നതാണ് ആ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തത്, ആ ഒരു ഗോള് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പിന്തുടരുന്ന ഒരു കൃത്യമായ പ്ലാൻ അല്ലെങ്കിൽ ഡയറക്ഷൻ. മൂന്നാമത്തെ ഒരു പോയിന്റ്, ഓരോ ഘട്ടത്തിലും മനുഷ്യർക്ക് പ്രത്യേകമായ സ്പെസിഫിക് അവയർനെസ് നൽകിയിട്ടുണ്ട്. കുട്ടിയെ സ്വയം ഡെവലപ്മെന്റ് ആക്കാൻ സഹായിക്കുന്നതിന് വേണ്ട കഴിവുകൾ അവനിൽ തന്നെയുണ്ട്. അവന്റെ ആ ഒരു ഡെവലപ്മെന്റ് തന്നെ അവനെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇതിനെയാണ് സെൻസിറ്റീവ് പീരീഡ് എന്നും അബ്സോർബന്റ് മൈൻഡ് എന്നും പറയുന്നത്.
ഇതിൻ്റെ അകത്ത് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ പോലെ ഉണ്ട്, അത് ഞാൻ പറയാം. കുട്ടികൾക്ക് ചില പ്രത്യേക കഴിവുകൾ നേടുന്നതിനോ പ്രത്യേക കാര്യങ്ങൾ പഠിക്കുന്നതിനോ ഏറ്റവും അനുയോജ്യമായ സമയത്തെയാണ് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ കുട്ടികൾക്ക് ഒരു പ്രത്യേക കാര്യത്തിൽ അസാധാരണമായ താല്പര്യം, ശ്രദ്ധ അല്ലെങ്കിൽ ജിജ്ഞാസ എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ചലനശേഷി വികസിപ്പിക്കുന്ന കാര്യം, ഓടാൻ ചാടാൻ പഠിക്കുന്നു, അതുപോലെ കൂട്ടുകാരുമായിട്ട് ഇടപഴകാൻ, അവരുടെ പെരുമാറ്റ രീതികൾ പഠിക്കാൻ, അതുപോലെ തന്നെ ഈ സമയത്താണ് പഠനമൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്നത്. പിന്നെ ഒരു പോയിന്റ് അവിടെ പറഞ്ഞേക്കുന്നത് അബ്സോർബന്റ് മൈൻഡ്. അബ്സോർബന്റ് മൈൻഡ് എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നിന്നും വിവരങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവെന്ന് പറയും. അതായത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മനസ്സിനെയാണ് അബ്സോർബന്റ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ പ്രായത്തില് കുട്ടികൾ ബോധപൂർവമായ ശ്രമങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചുറ്റുമുള്ള കാര്യങ്ങള്, വിവരങ്ങള്, ഭാഷ, സംസ്കാരം ഇവയൊക്കെ ഒരു സ്പോഞ്ച് പോലെ ഇങ്ങനെ ആഗിരണം ചെയ്യുന്നു. ഈ അബ്സോർബന്റ് മൈൻഡിന്റെ സഹായത്തോടെയാണ് കുട്ടികൾ വേഗം ഡെവലപ്മെന്റ് ആയി വരുന്നത്. അത്രയാണ് ആ ഒരു പോയിന്റിലുള്ളത്. ഇനി ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 6 years. The first period 0 to 6 years is marked by fast and intense change in the overall development of the child, physically, cognitively, socially, and emotionally. During this period, the child's main purpose is to create himself. During this period, children make use of special sensitivities to help themselves in their development of personality. Their development take place as the predetermined psychic patterns unfold with the help of an absorbent mind and sensitive period of free interaction with their ambience. Using these periods of development, Montessori was able to examine the natural laws, psychic pattern. At work in children, she watched the law of work, law of independence, power of attention, development of will, development of intelligence, development of imagination and creativity, development of emotional and spiritual life and stages of growth. ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള സമയമാണ്. ഫസ്റ്റ് പീരീഡിൽ കുട്ടികളുടെ ശാരീരികവും വൈജ്ഞാനികവും സാമൂഹികവും വൈകാരികവുമായ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആകുന്ന സമയമാണ്. ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരെ തന്നെ സ്വയം രൂപപ്പെടുത്തുക. ഈ കാലഘട്ടത്തിൽ വ്യക്തിത്വ വികസനം, അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൈവരിക്കുന്നതിന് സെൻസിറ്റിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഈ സെൻസിറ്റീവ് പീരീഡിൽ ഓർഡർ, ലാംഗ്വേജ്, മൂവ്മെന്റ്, സെൻസറി സ്കിൽസ്, സോഷ്യൽ സ്കില്ല് ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഒരു പീരീഡ്. ഇനി എൻ്റെ പ്രീ ഡിറ്റർമൈൻഡ് സൈക്കിക് പാറ്റേൺസ് എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിക്ക് കീഴിൽ ഒരു കുട്ടിയുടെ മനസ്സ് ചുറ്റുപാടിൽ നിന്ന് വിവരങ്ങൾ അബ്സോർബ് ചെയ്യുകയും ആന്തരികവും ജന്മനാ ഉള്ളതുമായ സൈക്കിക് പാറ്റേൺസ് അഥവാ മാനസിക ഘടനകൾ അനുസരിച്ച് വികസിക്കുകയും ചെയ്യുന്നു. ആ ഒരു വേർഡിന്റെ മീനിങ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ഒരു ഡെവലപ്മെന്റ് പീരീഡ് ഉപയോഗിച്ച് കുട്ടികൾ പ്രവർത്തിക്കുന്ന ചില നാച്ചുറൽ ലോസ് അതാണ് അവിടെ എഴുതിയേക്കുന്നത്. മോണ്ടിസോറി മനസ്സിലാക്കിയ നാച്ചുറൽ ലോസ് ആണ് ലോ ഓഫ് വർക്ക്, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, പവർ ഓഫ് അറ്റൻഷൻ, ഡെവലപ്മെന്റ് ഓഫ് വില്ല്, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമോഷണൽ സ്പിരിച്വൽ ലൈഫ്. ഇവയൊക്കെ കുട്ടികളുടെ ജീവിതത്തിന്റെയും വളർച്ചയുടെയും പല സ്റ്റേജും അതിന്റെ ഡെവലപ്മെന്റും മരിയ മോണ്ടിസോറി നിരീക്ഷിച്ചു എന്നുള്ളതാണ് ആ ഒരു ഫസ്റ്റ് പീരീഡിൽ പറയുന്നത്. സെക്കൻഡ് പീരീഡ് പറയണമെന്നാ. ഫസ്റ്റ് പീരീഡ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് പീരീഡിലേക്ക് പോവാം. ഓക്കെ. സോ മോണ്ടിസോറി ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജസിന് അതിനെ 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു മറിയ മോണ്ടിസോറി, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. ഈ 2 സ്റ്റേജസ് തന്നെയും ഓരോ സ്റ്റേജും അഗെയിൻ 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ശരിക്കും 2 സ്റ്റേജസ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തത്. പിന്നെ അവർ അഗെയിൻ അതിനെ 4 പീരീഡ്സ് ആക്കി. ഈ സ്റ്റേജിനെ അതിനെ ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്നും പറഞ്ഞു. ഒരു കുഞ്ഞിന്റെ ഒരു ഫോർമേഷൻ രൂപപ്പെടുന്ന കാര്യം അല്ലെ, അതിന്റെ ഡെവലപ്മെന്റും എല്ലാ ഏരിയയിലും ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്, അതാണ് ഈ ഇത്രയും ഏജ് പീരീഡ് വെച്ചിട്ട് മറിയ മോണ്ടിസോറി പറഞ്ഞത്. ഇതിന് 0 to 6 yearsനെ പറ്റിയാണ് മറിയ മോണ്ടിസോറിക്ക് കൂടുതലായിട്ട് ഒബ്സർവേഷൻസും കോൺട്രിബ്യൂഷനും തരാനായിട്ട് സക്സസ്ഫുള്ളി കഴിഞ്ഞത്. ആ ഒരു സമയത്ത് അവരുടെ ഒബ്സർവേഷൻ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. കാരണം അതാണ് ആ മെത്തേഡ് ഡിസൈൻ ചെയ്യാനുണ്ടായ കാര്യവും
ആ മെത്തേഡിന് ഇത്രയും ഒരു ആക്സെപ്റ്റൻസ് വരാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അത് വീണ്ടും വീണ്ടും എല്ലായിടത്തും സ്പ്രെഡായി. ലോകം മുഴുവനും ആ മെത്തേഡിന് ഭയങ്കര ആക്സെപ്റ്റൻസ് വന്നു. അംഗൻവാടികൾ തുടങ്ങി ഏത് ടൈപ്പ് സ്കൂളുകളിലാണെങ്കിലും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ മെത്തേഡാണ് ഏറ്റവും നല്ലതെന്നൊരു തിരിച്ചറിവ് വന്നു. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു പോപ്പുലാരിറ്റി വന്നത്. പക്ഷെ അതിനുശേഷം ആഫ്റ്റർ 6 ഇയേഴ്സിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കാര്യമായ കോൺട്രിബ്യൂഷൻസ് തരുന്നതിൽ അവർ ഇൻകേപ്പബിൾ ആയിരുന്നു, അത്ര വിജയിച്ചില്ല. എന്നാലും അവരെ കൊണ്ട് പറ്റിയ ചില ഒബ്സർവേഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ചൈൽഡ്ഹുഡിനെ ചൈൽഡ്ഹുഡ് 0 to 12 ഇയേഴ്സ് ആണ് അവർ ചൈൽഡ്ഹുഡ് ആയിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ 0 to 6 ചൈൽഡ്ഹുഡിലെ ഫസ്റ്റ് പീരീഡും 6 to 12 ചൈൽഡ്ഹുഡിലെ സെക്കൻഡ് പീരീഡുമായിട്ട് പറഞ്ഞു. 0 to 6 കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ആ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, എങ്ങനെയാണ് കുട്ടികളിൽ ആ നാച്ചുറൽ ഡെവലപ്മെന്റ് വരുന്നത്, നാച്ചുറൽ ഡെവലപ്മെന്റ് വരാനായിട്ട് അഡൽട്ട്സ് എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവരുടെ ഈ നാച്ചുറൽ ഡെവലപ്മെന്റിനെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോയിരുന്നു അല്ലെ? 0 to 6 ഇയേഴ്സിലെ കാര്യങ്ങളായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാം പറഞ്ഞത്. ആ ഇൻഡിപെൻഡൻസ് അവരിൽ എന്താ പറയാ, സെൽഫ് ഡിസിപ്ലിൻ ജനറേറ്റ് ചെയ്യുന്നു, അവര് ഒബീഡിയൻസ് ഉണ്ടാകുന്നു. പിന്നെ ഇത് നമ്മളിപ്പോ പറഞ്ഞു തീർത്ത ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളുമെല്ലാം, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, പവർ ഓഫ് അറ്റൻഷൻ, ഇതെല്ലാം ഈ ഒരു ടൈമിൽ അവരുടെ ഡെവലപ്മെന്റ് അത് വിശദമായി മോണ്ടിസോറി പറഞ്ഞു. അതിനവരെ ഹെൽപ്പ് ചെയ്യുന്ന 2 ഇന്റേണൽ എയ്ഡ്സ്, 2 ടൂൾസ് ഉണ്ട് അവരുടെ ഉള്ളിൽ തന്നെ ഉള്ളത്. നിത്യ പറഞ്ഞ സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും. നമ്മുടെ ലോ ഓഫ് അടുത്ത യൂണിറ്റ് 4 സെൽഫ് കൺസ്ട്രക്ഷനിൽ നമ്മൾ ഈ സെൻസിറ്റീവ് പീരീഡിനെ കുറിച്ചും അബ്സോർബന്റ് മൈൻഡിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ചൈൽഡ്ഹുഡ് നോക്കുമ്പോൾ 24 ഇയേഴ്സ് വരെയുള്ള കാര്യങ്ങളാണ് മറിയ മോണ്ടിസോറി പറഞ്ഞിരിക്കുന്നത്. അഡൾട്ട്ഹുഡ് അത് 12 ഇയേഴ്സ് to 24. അതിൽ നമുക്കറിയാം 12 to 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരൊക്കെ ടെൻഷൻ അടിക്കുന്ന, പ്രത്യേകിച്ച് അമ്മമാര്, വീട്ടിലെല്ലാവർക്കും ടെൻഷൻ അടിക്കുന്ന ഒരു പ്രായം. ആ ഒരു പ്രായം അങ്ങ് കടന്നു കിട്ടുമ്പോൾ ഒരു ആശ്വാസം പോലെയാണല്ലേ, ഒരു വകതിരിവ് വന്നു, മെച്യൂരിറ്റി ആയി എന്നൊക്കെ പറയുന്ന ഒരു ടൈം, ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു പ്രായം, ഒരു ഭയങ്കര എന്തോ ഞാൻ ഈ ഘട്ടത്തിലാണേ 15ഉം 13ഉം. ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അത് നമ്മളുടെ ആ ഒരു എന്താ പറയാ, ഒരു രീതി അനുസരിച്ചും അവർ വളരുന്ന എൻവയോൺമെന്റും പിന്നെ കുറെയൊക്കെ പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. മോള് 10th കഴിഞ്ഞപ്പോ വേറെ സ്കൂളിലേക്ക് ആവുമായിരുന്നു. അപ്പൊ അവള് പറയായിരുന്നു, എനിക്ക് 10th വരെ, KG തുടങ്ങി 10th വരെ ഒരു സ്കൂളിൽ പഠിച്ചു, 10th വരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഇനി ഞാൻ +2 വേറെ സ്കൂളിലേക്ക് പോവുക. അപ്പൊ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് നല്ല സുഹൃത്തുക്കളെ തരണേ. കാരണം സുഹൃത്തുക്കളാണ് ഈ ഒരു പ്രായത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളത് ഈ കുട്ടിക്ക് അറിയാം. അപ്പോ എനിക്ക് കിട്ടുന്ന ആ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ എന്നുള്ളത്, പക്ഷെ ആ 2 വർഷം അവള് ഹോസ്റ്റലിലായിരുന്നു. അവള് നല്ല സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞത് ഇവള് ചെന്നപ്പോ ഇവള് നല്ല സുഹൃത്ത് എന്ന് വിചാരിച്ച് കിട്ടിയ ആളെ ഫൈനൽ ഇയർ ആയപ്പോഴാണ് അവള് തിരിച്ചറിയുന്നത്. അതൊക്കെ അവൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. അങ്ങനെ അതൊക്കെ അവൾ ഇങ്ങനെ തിരിച്ചറിയപ്പോ അവളും പറയും, അങ്ങനെ ആളുകളെ ഞാൻ തിരിച്ചറിയാൻ പഠിച്ചു എന്ന് പറയുമായിരുന്നു ഒരു ടൈം ആയപ്പോ. അപ്പൊ അതൊരു ഫാക്ടർ തന്നെയാട്ടോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ പറയും, നമ്മൾക്ക് എത്ര അടുപ്പുള്ള സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ ഭയങ്കര ഓപ്പൺ ബുക്ക് ആവരുതെന്ന് പറയും. കാരണം കുറച്ച് നമ്മൾ ഉള്ളിൽ സൂക്ഷിച്ചേക്കണം, ആരോടും പറയാതെ. കാരണം നമുക്ക് അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവളും അങ്ങനെ എല്ലാ കാര്യവും പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഈ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ നെഗറ്റീവായിട്ട് മറ്റു പലരോടും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇപ്പം അവൾക്കുണ്ടായൊരു ബ്രേക്കപ്പ്, അതിന്റെ കാര്യം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്നോടെല്ലാം ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ അവർക്ക് അവരുടെ ഏജിലുള്ളവരായതുകൊണ്ട് ഭയങ്കര ഒരു ടെമ്പോ ആയിരിക്കുമല്ലോ. അപ്പൊ അവള് ഹോസ്റ്റലിലും കൂടെ ആയപ്പം എന്നെ എപ്പോഴും കിട്ടുന്നില്ലല്ലോ, ആഴ്ചയിൽ ഒരിക്കലും എങ്ങാണ്ട് ഫോൺ, അതും 10 minutes എങ്ങാണ്ടേ സമ്മതിക്കുള്ളൂ. അതെ, അതിൽ തന്നെ ഗ്രാൻഡ് പാരന്റ്സിനെ വിളിക്കും. ബാക്കി സമയം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കോൾ വരുമ്പോൾ ഞാൻ പറയാം, നീ വെച്ചോ, അവര് വിളിക്കല്ലേ, അവരോട് സംസാരിക്കാൻ പറയാം. അപ്പൊ അങ്ങനെ നമ്മൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന സമയം വളരെ കുറവാണ്. അപ്പം കൂടുതലും ഫ്രണ്ട്സിനോടായിരിക്കുമല്ലോ അവര് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവള് പറയാം, ഞാൻ വളരെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെ അങ്ങനെ മറ്റു പലരോടും പറഞ്ഞു നടന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ട ഇവളോടടുപ്പമുള്ള നല്ല കുട്ടികൾ അവരോട് കാര്യം പറഞ്ഞു. പിന്നെ അവൾക്കത് മനസ്സിലാവുകയും ചെയ്തു, ആളങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ പോരുന്നതിന് മുമ്പ് അവളൊരു കാര്യം ചെയ്തു, നീ അങ്ങനെ പറഞ്ഞു നടന്നു എന്ന കാര്യം ഞാൻ അറിഞ്ഞു എന്നുള്ളത് ആളെ മനസ്സിലാക്കിച്ചു. അപ്പൊ അങ്ങനെ ആ ഒരു റിലേഷൻ അവിടെ അങ്ങനെ ഭയങ്കര അതങ്ങ് പോയി. അങ്ങനെ
ഇപ്പൊ പിന്നെ ഡൽഹിയിലാണ്. അപ്പൊ ഡൽഹിയിലും നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവള് പറയാ ഇറ്റ്സ് ബെറ്റർ ദാൻ ബിഫോർ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആട്ടോ പനിയായിട്ട്. ഇവിടെ ഉണ്ടായിരുന്നു, അവർക്ക് അവധിയായിരുന്നു. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളുടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഓടി വന്നത്, അച്ഛനെ അവിടെ എത്തിയിട്ട്. ഓക്കെ, സോ അങ്ങനെ ഇന്ന് ഡിസ്ചാർജ് ആണ്. അതിന് സമയം എടുക്കും, 4 മണിയൊക്കെ ആവും. ഞാൻ വീട്ടിലൊന്ന് വന്നു, പോയിട്ട് എന്താ പറയാ കഴിഞ്ഞ ബുധനാഴ്ച അഡ്മിറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് ഭയങ്കര ആത്മാർത്ഥമായിട്ട് അങ്ങനെ സുഹൃത്തുക്കളാന്ന് വിചാരിക്കും. അങ്ങനെ കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥന കേട്ടോ. പക്ഷെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഓപ്പൺ അപ്പായി എല്ലാം പറയും. പക്ഷെ ഇത് വെച്ച് നമ്മൾ ഒരു ടൂളാക്കി വെച്ച് നമുക്കെതിരെ തിരിയുന്ന ഒരാളാവരുത് നമ്മുടെ സുഹൃത്ത്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഒരു പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടീനേജ് സമയത്ത് ഒരു വീട്ടില് ഈവൻ നമ്മളുടെ കൂടെയാണ് താമസിക്കുന്നെങ്കിലും അവർ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് പെരുമാറും. അവരുടെ ആ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും കണക്റ്റഡ് വിത്ത് പിയർ ഗ്രൂപ്പാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ നർച്ചർ ചെയ്യുന്ന രീതികൾക്കനുസരിച്ച് അവരങ്ങനെ അത്രയ്ക്ക് പോവില്ല. ചില കുട്ടികൾ, ചിലര് നമ്മളോട് എന്തുണ്ടെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടായിരിക്കും അവർ ആ സ്റ്റെപ്പ് എടുക്കുള്ളൂ. പക്ഷെ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം അല്ല, വീട്ടിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ ഒരു ടീനേജ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫ് തന്നെയായിരിക്കും. അതേസമയം വീട്ടിൽ അവർക്ക് അതിനൊരു സ്പേസ് ഉണ്ട്, അവർക്ക് ഏത് സമയത്തും നമ്മളോട് എന്തും പറയാവുന്ന ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവര് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവർ തിരിഞ്ഞൊന്ന് ചിന്തിച്ച് നമ്മളോടും കൂടെ പറയും. പിന്നെ പ്രൈവസി, അതൊരു ഭയങ്കരമാണ് ടീനേജ് ടൈം ആകുമ്പോഴേക്കും. നോക്ക് ചെയ്ത് റൂമിൽ കയറണമെന്ന് മകൾ അമ്മോട് പറയും അല്ലെ. അങ്ങനത്തെ ഒരു പ്രൈവസിയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പോകുന്നത്. അവരങ്ങനെ പ്രൈവസി ഉണ്ടാക്കിക്കോട്ടെ, പക്ഷേ അവരുണ്ടാക്കുന്ന ആ പ്രൈവസിക്ക് നിറയെ ജനലും വാതിലും വെന്റിലേഷനും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കുള്ള ജനലും വാതിലും വെന്റിലേഷനും അല്ല കേട്ടോ. അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അവർ മലർക്കെ തുറന്നിടണം നമ്മള് വരാനായിട്ട്. നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവർ തുറന്നിടുന്ന ഒരു പ്രൈവസി അവർ ക്രിയേറ്റ് ചെയ്യാൻ പാടും. ഓക്കെ, അപ്പൊ അത് ടീനേജിലാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം. 24 years എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു ഇരുത്തം വന്നു, മെച്യൂരിറ്റി ആയി. നമ്മളുടെ ബ്രെയിനിന്റെ 2 സൈഡും, ഇമോഷണൽ സൈഡ് ആൻഡ് ഇന്റലക്ച്വൽ സൈഡ്, ഈ 2 സൈഡാണല്ലോ ബ്രെയിനിലുള്ളത്. ഇത് രണ്ടും ഫുള്ളി ഡെവലപ്പ് ആകുന്ന ഒരു ടൈമാണ് ഈ 24 years എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈമില് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പക്കയായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറയും. പക്ഷെ ഈ 24 years അങ്ങനെ ആണെങ്കിൽ അതുവരെ വന്ന പ്രായത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരണം. അപ്പോഴാണ് 24 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് പൂർണ്ണമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രീവിയസ് ടൈമിൽ ഞാൻ അന്ന് ചെയ്തത് ശരിയായില്ല എന്നുള്ള തിരിച്ചറിവ് വരുന്നതും ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല, ഒരു ഡെസിഷൻ മേക്കിംഗ് ശരിയാകുന്നതും. സാധാരണ പറയുന്നത് ഒരു 24 years ഒക്കെ ആകുമ്പോഴാണ് ഒരു ലവ് റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാൻ പറ്റിയൊരു പ്രായം. പക്ഷെ ചെറുപ്പത്തിൽ നമുക്കതൊന്നും അങ്ങനെ 24 വയസ്സാവട്ടെ എന്നിട്ട് ഞാൻ ഒരാളെ സ്നേഹിക്കാമെന്നൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. കാരണം അവർക്കൊരു ക്രഷ്, ഒരു ഫീൽ ആരോടെങ്കിലും തോന്നുന്നത്, ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 വയസ്സിന് മുമ്പ് അവർക്ക് തോന്നും. ദാറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. അത് അങ്ങനെ അവർക്ക് തോന്നുന്നത് ആ ഒരു അഡോളസൻസ് സമയത്ത് ഓപ്പോസിറ്റ് സെക്സിനോട് അവർക്ക് അട്രാക്ഷൻ തോന്നും. പക്ഷെ ആ ഒരു ഫീലിങ്സ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഉള്ളതിന് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു മതി. കാരണം അവർക്ക് ആ ഇമോഷൻസ്, ആ ഫീലിങ്സ് മാനേജ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ തോട്ട്സ് മാനേജ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്താ പറയാ, ഒരു തോട്ട്സ് വരുമ്പോൾ ആകെ കൂടെ വേറെ ഏതോ ലോകത്ത് പോലെ അങ്ങനെ തോന്നും. ഒരു മൂവി ഉണ്ട്, ആ മൂവിയില് ജ്യോതികയുടെ രാക്ഷസിയോ അങ്ങനെ ഒരു മൂവി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ മൂവിയിൽ ജ്യോതിക വളരെ മനോഹരമായിട്ട് ഇതിനൊരു മറുപടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെ, ഞാൻ ഈ ക്ലാസ്സിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ആ മൂവിയെ പറ്റി. ആ കുട്ടി ലഞ്ച് ടൈമില് ജ്യോതിക ഈ കുട്ടികളുടെ അടുത്ത് വന്നിരിക്കും. ടീനേജ് ആ ഏജിലുള്ള കുട്ടികളാണ്. അപ്പൊ ഇങ്ങനെ അവരുടെ മുഖത്തെ, ഒരു കുട്ടിയുടെ മുഖത്ത് വല്ലാത്ത തിളക്കം കണ്ടപ്പോ ജ്യോതിക്ക് മനസ്സിലായി. അപ്പൊ മറ്റു കുട്ടികൾ പറയുകയാണ്, എന്നും ബസ്സിൽ വെച്ച ഒരാളെ കാണും, അയാൾ നോക്കി ഇവിടെ ചിരിക്കും എന്ന് പറഞ്ഞു, എല്ലാ ദിവസവും നോക്കി ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ജ്യോതിക ഈ കുട്ടിയോട് ചോദിക്കും, അപ്പൊ നീ എന്താ ചെയ്യാറ്, നിനക്കെന്താ തോന്നിയെന്ന് ചോദിക്കും. മറ്റു കുട്ടികളും പറഞ്ഞു, ഇവളും ഇപ്പൊ ചിരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ ജ്യോതിക കുട്ടികളെ വഴക്ക് പറയുന്നുണ്ടല്ലോ. ജ്യോതിക വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു മറുപടി പറയുന്നുണ്ട്. ജ്യോതികയുടെ ക്യാരക്ടർ ചെയ്യുന്ന ടീച്ചർ ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴികളിൽ സ്വർണ്ണത്തരികൾ കാണും. നമ്മൾ വിചാരിക്കും അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന്. പക്ഷെ നമ്മളെ കാത്ത് അങ്ങ് ദൂരെ ഡയമണ്ട് ഇരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ പല നമ്മളുടെ കണ്ണുകൾക്ക് തിളക്കം തരുന്ന പല കാര്യങ്ങളും നമ്മൾ പോകുന്ന വഴിയിൽ കാണും.
അത് അവിടെ വെച്ച് നമ്മൾ നമ്മുടെ യാത്ര അവസാനിപ്പിക്കരുത്. നമ്മുടെ ലക്ഷ്യം പിന്നെയും വളരെ ദൂരം താണ്ടിയതിന് ശേഷമാണ് പറയുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്കും നമ്മളുടെ മക്കൾക്കും, അത് നമ്മളുടെ മക്കളാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുള്ള മക്കളാണെങ്കിലും സ്കൂളിലെ കുട്ടികളാണെങ്കിലും നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. അതിന്റെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവര് നമ്മുടെ അടുത്തത് ഓപ്പൺ അപ്പ് ആവാനുള്ള സ്പേസ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കണം. നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ അടുത്തേക്ക് അവരത് പറഞ്ഞുകൊണ്ട് വരില്ല. അവര് ഹൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു അമ്മയുടെ അടുത്ത് മകളെല്ലാം ഷെയർ ചെയ്യുമായിരുന്നു. +2 പഠിക്കുന്ന കുട്ടി. അപ്പോൾ ഓടി വന്നിട്ട് ഭയങ്കര കാര്യമായിട്ട് പറയും, അമ്മേ ഞങ്ങളുടെ ക്ലാസ്സിലെ വേറൊരു പെൺകുട്ടി, അവളും വേറൊരു പയ്യനെയും കൂടി അവര് തമ്മിൽ ലൈനാണെന്ന് പറയാണ്. അവള് ഭയങ്കര ഹാപ്പി ആയിട്ട് അത് വന്ന് അമ്മോട് കാര്യം പറയുക. അപ്പൊ അമ്മ പൊട്ടിത്തെറിക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട്, നീ എങ്ങാനും ഇതുപോലെ വന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറയും. അവൾ പേടിച്ചു പോയി. പിന്നീട് അവൾക്ക് അങ്ങനെ ഒരു ഫീല് വന്നാൽ അവൾ ഒരിക്കലും അമ്മയുടെ അടുത്ത് അത് ഷെയർ ചെയ്യില്ല. കാരണം അവൾ അത്രത്തോളം അവൾക്ക് മനസ്സിലായി, കൂട്ടുകാരിയുടെ പറഞ്ഞപ്പോ അമ്മ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നു, അപ്പൊ എന്റെ കാര്യമാണെങ്കിൽ തീരുമാനമാവും അവൾക്കത് മനസ്സിലായി. അപ്പോൾ അവൾ ഹൈഡ് ചെയ്യും. അപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അവർക്ക് അത് തുറന്നു പറയാൻ പറ്റുവാണെങ്കിൽ തന്നെ എത്രയോ നല്ല നല്ല കാര്യമായി വരുന്നത്. കാരണം അപ്പൊ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നുക എന്നുള്ളത് അതൊരു തെറ്റൊന്നുമല്ല. പക്ഷെ അത് അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ചെറുപ്രായത്തിൽ അവർക്ക് ഒരിക്കലും അതിനൊരു മെച്യൂരിറ്റി കിട്ടില്ല. അത് മാനേജ് ചെയ്യാനായിട്ട് ആ ഒരു മെച്യൂരിറ്റി അവർക്ക് വരില്ല. അപ്പൊ അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നമ്മൾ ഫസ്റ്റ് പീരീഡ് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എല്ലാ പീരീഡ്സും ഒന്നും പറഞ്ഞു പോവാം. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതൊക്കെ കണക്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് 4 ഞാൻ എടുക്കും, സെൽഫ് കൺസ്ട്രക്ഷൻ. അത് കഴിഞ്ഞ് 10 ആയിരിക്കും കേട്ടോ. 10 കഴിഞ്ഞിട്ടാണ് ഞാൻ 7ലേക്ക് വരുള്ളൂ. 7 ഇത്തിരി അധികം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 4 കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ട് 7ലേക്ക് വരും. ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തേക്കാം കേട്ടോ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആക്ടിവിറ്റീസിന്റെ ലിസ്റ്റ് ഇല്ലേ മാം, അത് ക്ലാസ് റൂമിൽ ഇടുവോ? അതിട്ടിട്ടില്ല. ഇല്ല മാം. അയ്യോ, അത് ലിസ്റ്റ് കൊടുത്തതായിരുന്നല്ലോ. ഞാൻ ചോദിച്ചോട്ടെ കേട്ടോ, അപർണ മിസ്സിനോട് ചോദിച്ചു നോക്കട്ടെ. ഓക്കെ മാം. ഓക്കെ, ദെൻ സൈൻ ഔട്ട് ഉണ്ടോ? ഇന്ന് ക്ലാസ് എടുത്ത ജിഷ മാമിനും കുറച്ച് ടഫായിട്ട് തോന്നുമ്പോൾ, ഞാൻ തന്നെ ക്ലാസ് എടുത്തപ്പോൾ ഒരുപാട് തവണ റീഡ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു ബേസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. മാം പറയുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ദെൻ ബൈ. താങ്ക് യു മാം. Thank you.